പരാതിക്കാരിയുമായി സോളാർ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഓഫീസിലും ഔദ്യോഗിക വസതി മുതലായ കാര്യങ്ങളെല്ലാം സ്ഥിരം ഒരു സന്ദർശകയായിരുന്നുള്ള രീതിയിലൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. കോടതി രമേശ് ചെന്നിത്തല ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത്. സരിത ചേച്ചി വന്ന് സോളാറുമായിട്ട് വന്ന് ഗണേശ് മാമൻ പെട്ടേ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വീണ്ടും രംഗപ്രവേശനം നടത്തിയിരിക്കുകയാണ് സോളാർ സരിത ചേച്ചി. ഗണേശ് മാമോ, ഇങ്ങടെ ഒരു പഴയ പ്രൈവറ്റ് സെക്രട്ടറി കോടതി കൊണ്ട് മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. അതായത് ഇങ്ങക്ക് നമ്മുടെ ഉമ്മൻചാണ്ടി സാറിനോട് ഭയങ്കര വൈരാഗ്യമായിരുന്നു. ആ വൈരാഗ്യത്തിന്റെ പേരിലാണ് നിങ്ങൾ ഈ സോളാർ സരിത ചേച്ചിയെ സ്റ്റാൻഡിലോട്ട് ഇറക്കി ആ പാവപ്പെട്ട മനുഷ്യനെ ഒരുപാട് നരകിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങടെ തന്നെ പഴയ ഒരു പ്രൈവറ്റ് സെക്രട്ടറിയാണ് കോടതിയിൽ വന്ന് ഇപ്പൊ മൊഴി കൊടുത്തിരിക്കുന്നതേ. ഗണേശ് മാമോ, ഒരു പാർട്ടിയും നോക്കാതെ എല്ലാ ജനങ്ങളും ഒരുപോലെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ് ഉമ്മൻചാണ്ടി സാറ്. അയാളെ നരകിപ്പിക്കാൻ മാമ നിങ്ങൾ കാരണക്കാരനായിട്ടുണ്ടെങ്കിൽ മാമ നിങ്ങൾ വെറുതെ ഒന്നും അങ്ങനെ പോകത്തില്ല മാമ. നിങ്ങൾ KSRTCയുടെ വലിയ കൊണണ്ടർ, നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടില്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ പണ്ട് നിങ്ങൾ ഇങ്ങനൊരു തെമ്മാടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പൊങ്ങി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ചെറുതായിട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അതെന്തുമായിക്കോട്ടെ മാന്യമായിട്ട് കമന്റ് ബോക്സിൽ പറയണേ. നമ്മൾ ആരെയും തെറി വിളിക്കാനോ ഡിഫെയിം ചെയ്യാനോ ഒന്നും പോകരുത്. നമുക്ക് ആ പരിപാടി വേണ്ട. നമുക്ക് മാന്യമായിട്ട്, ഈ നാട്ടിലെ ഒരു പ്രജയാണല്ലോ ഞാനും, ഒരു പാവപ്പെട്ട പ്രജ, തമ്പ്രാക്കന്മാർ വാഴുന്ന ഈ നാട്ടിൽ ഒരു പാവം പ്രജ. അപ്പൊ ഈ പ്രജയ്ക്കും പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞോട്ടെ, ചോദിക്കാനുള്ള കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചോദിക്കാമല്ലോ അല്ലേ? ഇനി അതിന്റെ പേര് നമ്മളെ പിടിച്ച് ഉള്ള തള്ളുവോ? അറിയാൻ പാടില്ല. എന്താണെങ്കിലും നമ്മുടെ മാങ്കൂട്ടത്തിനെതിരെ ഗർജിക്കുന്ന സിംഗമായി മാറിയ MA ഷഹനാസ് താത്തു ഞാൻ നിങ്ങളെ ഡിഫേം ചെയ്യാനൊന്നും നിൽക്കുന്നില്ലേ. ഇടയ്ക്കിടയ്ക്ക് ആ വാക്ക് പറയണം, ഇല്ലെങ്കിൽ ഉടനെ കേസാ. അവൻ ഡിഫാം പൊന്നു ചേച്ചി, ഞാൻ ആരെയും ഡിഫാം ചെയ്യാനൊന്നും പോകുന്നില്ല. എനിക്ക് ഡിഫാമിനെ പറ്റി ഒന്നും അറിയാൻ പാടില്ലേ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സംശയങ്ങൾ, ഇത്താത്തക്കെതിരെ കുറേ ആളുകൾ മറ്റേ IAS-ഉം അതുപോലെ തന്നെ ഏതോ ഒരു പാവപ്പെട്ടവൻ ഓടിപ്പോയതും ഒക്കെ ഇങ്ങനെ എഴുതിയിടുന്നുണ്ടല്ലോ. ഇത്താത്തു എന്താ ഒന്നും പറയാത്തെ? ഒന്നും മിണ്ടുന്നില്ല. ഫേസ്ബുക്കിൽ ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരിപ്പുണ്ട്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇത്താത്തു ഒന്നും മിണ്ടുന്നില്ല. അതെന്താ ഇത്താത്തു? നമുക്ക് മാങ്കൂട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? എന്നിട്ട് സോളാർ ചേച്ചിയിലേക്ക് പോകാം. അത് കുറച്ച് പഴയതാണല്ലോ. അപ്പൊ നമുക്ക് ഇച്ചിരി പഴകിയ കാര്യങ്ങൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ തുടക്കത്തിലെടുത്ത് അങ്ങോട്ട് വിളമ്പി കഴിഞ്ഞാൽ നാറ്റം കാരണം നിങ്ങൾ ചിലപ്പോൾ ഇറങ്ങി ഓടും. അതുകൊണ്ടാണ്. അപ്പൊ എന്താണെങ്കിലും നമുക്ക് MA ഷഹനാസ് താത്തുവിന്റെ ഫേസ്ബുക്ക് ഒന്ന് പോയി നോക്കാമേ. MA ഷഹനാസ് താത്തു 50K ഫോളോവേഴ്സ്. താഴത്തേക്ക് പോട്ടെ. യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് എന്തോ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടി സ്ഥാനാർത്ഥിയാവില്ലെന്ന് രമേശ് ചെന്നിത്തല. പാർട്ടിക്ക് ഉത്തമ ബോധ്യമുള്ളതിനാലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത്. രാഹുലിനെതിരെ എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലാത്ത അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചതിനെയാണ് എതിർത്തതെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ ഞങ്ങളുടെ പാർട്ടിയിലില്ല. പാർട്ടിയിൽ ഉള്ള അല്ലല്ലോ അദ്ദേഹം. ഞങ്ങളുടെ പാർട്ടി എല്ലാവരുമായി ആലോചിച്ച് എടുത്തൊരു തീരുമാനമാണ്. അതിനെപ്പറ്റി ആരും ചർച്ചയ്ക്ക് തയ്യാറാവുന്നില്ല. പാർട്ടിയുടെ ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി എടുത്ത തീരുമാനമാണ്. അതിപ്പോഴും നിലനിൽക്കും. എത്തിക്സ് കമ്മിറ്റിക്ക് ഒരു ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ പുറത്താക്കാനുള്ള അവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അതൊരു ജനറലായ കാര്യമാണ്. ബിജീഷ് ഗോവിന്ദനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ബിജീഷ്, പാർട്ടിയിലില്ലാത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ആരും ഒരു ഉറപ്പും എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനെന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അതും കൂടി ഇല്ല എന്ന് പറയുകയാണോ ചെന്നിത്തല? തീർച്ചയായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പാലക്കാട് മത്സരിക്കാനുള്ളൊരു നീക്കം നടത്തുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെ അതിനെ പാർട്ടി അംഗീകരിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള മറുപടിയായിട്ടാണ് രമേശ് ചെന്നിത്തല ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിലെ സാഹചര്യത്തിൽ പാലക്കാട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നത്.
ഓക്കെ, ബാക്കി ഞാൻ കേൾപ്പിക്കാമേ. നമ്മുടെ ഇത്താത്തു സ്റ്റോറി ഇട്ടിരിക്കുന്നേ 1-2 ഉണ്ട്. ഇത്താത്തുവിനോടുള്ള ചോദ്യത്തിനുള്ള മറുപടി ഒന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ എടുത്തങ്ങ് സ്റ്റോറി കിട്ടും. ഇത്താത്തുവിനോട് ചോദിക്കുക. അതിനു മുമ്പേ ഈ രമേശ് ചെന്നിത്തല അണ്ണനൊക്കെ ഈ പറയുന്നത് പോലെ നിലവിലെ എന്ത് സാഹചര്യം നിലവിലെ സാഹചര്യം അനുസരിച്ച് സുപ്രീം കോടതി മിക്കവാറും പുള്ളിക്കെതിരെ വന്നിരിക്കുന്ന 3 കേസ്, അതിൽ 2 തള്ളിക്കളയും അങ്ങോട്ടേക്ക് ചെന്ന് കഴിഞ്ഞാൽ. അത് നമ്മൾ ഇന്നലെ സംസാരിച്ചൊരു കാര്യമാണ്. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഇന്നലെ ഞാനിട്ടൊരു വീഡിയോ ഉണ്ട്, പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതിന് തൊട്ട് മുമ്പുള്ളൊരു വീഡിയോ ഉണ്ട്, ഒന്ന് പോയി കാണുക. വിശദമായിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് ഒരു ചെറിയ തട്ട് കിട്ടി, അതുകൊണ്ട് ആ വീഡിയോയ്ക്ക് അങ്ങോട്ട് റീച്ച് കിട്ടുന്നില്ല. കാരണം ആ ഞാൻ പോസ്റ്റ് ചെയ്ത് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട് എനിക്കറിയാൻ പാടില്ല, എങ്ങനെയോ ആ വീഡിയോ കയറി അങ്ങ് പ്രൈവറ്റ് ആവുമോ ഷെഡ്യൂൾ ആവുമോ എന്തോ ചെയ്തു. പിന്നെ ഞാൻ രാത്രിയിൽ ഞാൻ പിന്നെ നോക്കിയില്ല, ഇന്നലെ കുറച്ച് തിരക്കായിരുന്നു. പുറത്ത് പോയൊക്കെ തിരിച്ചു വന്ന് നോക്കാൻ നേരത്ത് ദേടാ ഓടിക്കൊണ്ടിരുന്ന വീഡിയോ തന്നെ ഷെഡ്യൂൾ ആയി കിടക്കുന്നു. പിന്നെ ഞാനത് പബ്ലിക് ആക്കി, പക്ഷെ അപ്പോഴത്തേക്ക് അത് ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് പറ്റുമെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും തൊട്ട് മുമ്പത്തെ വീഡിയോയും കൂടെ ഒന്ന് പോയി കാണുക. ഓക്കെ, അവിടെ നിൽക്കട്ടെ. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ ഈ പറയുന്ന കണക്ക് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പാർട്ടിയിലോട്ട് എടുക്കുക ചെയ്യേണ്ടത്. കാരണം തെളിയുന്നത് അല്ലെങ്കിൽ തെളിയാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പാവപ്പെട്ടവനടി നിരപരാധി. പുള്ളി നിരപരാധി എന്നൊന്നും പറഞ്ഞു ഒരുപാടങ്ങ് ഞാൻ പൊക്കുന്നില്ല, കോയിത്തരമൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. മാങ്കൂട്ടത്തിൽ അണ്ണൻ്റെ അത് പിന്നെ ഒട്ടുമിക്ക എല്ലാവരുടെയും കാണുവടെ അല്ലേ. പിന്നെ ആരെയും മനഃപൂർവ്വം നമ്മൾ പോയി ഉപദ്രവിക്കരുത്, ഞാൻ അതേ പറയാറുള്ളൂ. ഒരാരെയും നമ്മൾ പോയി അങ്ങോട്ട് ഉപദ്രവിക്കാൻ നിൽക്കരുത്. പുള്ളിയുടെ കാര്യത്തിൽ പുള്ളി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നത് അത് വെറുതെയാണെന്നാണ് തെളിവുകൾ വരെ തെളിയിക്കുന്നത്. അത് കോടതിയിലെത്തുമ്പോൾ അതെന്തായാലും, പ്രത്യേകിച്ച് സുപ്രീം കോടതിയിൽ അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ തള്ളിക്കളയും. പിടികിട്ടിയോ? അപ്പം ആ ഒരു അവസ്ഥയിൽ എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് തിരിച്ചെടുക്കത്തില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്തായാലും നമ്മുടെ താത്തൂന് സന്തോഷമായിട്ടുണ്ട് ഇല്ലേ താത്തു? സന്തോഷിച്ചോ? സന്തോഷിക്ക്. നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിച്ചോ. പക്ഷേ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിനൊന്നും എന്താ നിങ്ങൾ മറുപടി പറയാത്തെ? ഈ IAS പരിപാടിയൊക്കെ എന്തിയേ തുരുതുരായ ആൾക്കാർ ഇപ്പോൾ എഴുതിയിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെ അറിയാവുന്നവരാന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ആ കോളേജിൽ ആ സമയത്ത് പഠിച്ച് നിങ്ങളുടെ ഈ പ്രഹസനം വന്ന് കണ്ട ആളുകളായിരിക്കാം. കാണിച്ചു തരാം, അതിനു മുമ്പ് ഇതങ്ങ് തീർക്കാം നമുക്ക്. അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടാകില്ല. രാഹുൽ ഇപ്പോൾ പാർട്ടിയിലില്ല എന്ന് അദ്ദേഹം പൂർണ്ണമായി പറയുന്നു. പാർട്ടിക്ക് കൃത്യമായി ബോധ്യമുള്ള വിഷയമായതിനാലാണ് രാഹുലിനെതിരെ ഐകകണ്ഠ്യേന ഇത്തരത്തിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടത് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, കഴിഞ്ഞ ദിവസം നിയമസഭാ എത്തിക്സ് കമ്മിറ്റി MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ പുറത്താക്കാനുള്ള നീക്കം ഉണ്ടായപ്പോൾ അതിനെ നിയമസഭയിൽ കോൺഗ്രസും അതുപോലെ തന്നെ UDFും എതിർത്തിരുന്നു. ഇതിനകത്ത് അദ്ദേഹം പറയുന്നൊരു കാര്യം, എത്തിക്സ് കമ്മിറ്റിക്ക് ഇല്ലാത്തൊരു അധികാരം പ്രയോഗിക്കാൻ ശ്രമിച്ചതിനെയാണ് UDF എതിർത്തത് എന്നുള്ളതാണ്. എത്തിക്സ് കമ്മിറ്റി ഇത്തരത്തിൽ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരാളിനെ പുറത്താക്കാനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കില്ല, അതിനെയാണ് എതിർത്തത് എന്ന് പറയുന്നു. ഒപ്പം തന്നെ രാഹുലിനെ ഒരു തരത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കില്ല എന്നുള്ള കാര്യവും രമേശ് ചെന്നിത്തല വ്യക്തമാക്കുന്നുണ്ട്. ഒരു തരത്തിലും രാഹുലിനെ നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കണ്ട. ആർക്ക് പോയി? നിങ്ങൾക്ക് തന്നെ പോയി. അത് ജനങ്ങൾ മിക്കവാറും നിങ്ങൾക്ക് തെളിയിച്ചു തരും. വേറെ ഏതോ ഒരു പുള്ളിയെ നിർത്താനുള്ള പ്ലാൻ ഉണ്ടെന്നൊക്കെ കേട്ടു, എന്താവുമെന്ന് കണ്ടറിയാം. പിന്നെ വേറൊരു പോസ്റ്റ്, ജനുമൃതിയിലും നീയെ കോഴിക്കോട് തന്നെ ഉണ്ട് ഗായ്സ് എന്നും പറഞ്ഞ് 18 മണിക്കൂർ മുമ്പ് നമ്മുടെ MA ഷഹനാസ് താത്ത എന്തോ ഒരു വീഡിയോ പാട്ടുണ്ട് കേട്ടോ, അതാണ് ഞാൻ അത് പ്ലേ ചെയ്യാത്തത്. അപ്പോൾ ഇത്ര ഇട്ടിട്ടുള്ളൂ, വേറൊന്നും ഇട്ടിട്ടില്ല. പിന്നെ കുറച്ച് ദിവസം മുമ്പ് 4 ദിവസം മുമ്പ് എന്താ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു സാധനമല്ല, പത്രങ്ങളെ കണ്ടിട്ട് മെയിൻ സ്ട്രീം ചാനലുകളെ കണ്ട് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ഉള്ളൊരു പോസ്റ്റും നമ്മൾ നേരത്തെ കാണിച്ചതാ. അതല്ലാതെ വേറെ ചോദ്യങ്ങൾക്കൊന്നും MA ഷഹനാസ് താത്തു ഒരു ഉത്തരവും തരുന്നില്ല. എന്താ താത്തു അങ്ങനെ? ചോദ്യങ്ങൾ നമ്മൾ ജനങ്ങൾ പാവങ്ങൾ ചോദിക്കാൻ പാടില്ലേ? ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ പിടിച്ച് അകത്തിടാം അല്ലേ? അല്ല, അത് എവിടുത്തെ എന്ത് പരിപാടിയാ? അല്ല, എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. നിങ്ങളുടെ ഈ സ്റ്റോറി, രാഹുലിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള ഈ സ്റ്റോറി കാണുമ്പോഴാണ് ജനങ്ങൾക്ക് തോന്നുന്നത്, എടാ എന്താണ് ഇവളിങ്ങനെ, ഇവക്ക് വേണ്ടത് അവനെ അങ്ങ് തീർക്കുക, ആ ഒരു മൂഡ്. എന്നാൽ ഇവളോട് ചോദിക്കുന്നതിനൊന്നും ഇവള് മറുപടി പറയത്തില്ല. അത് വേടാ, ഈ ഒരു മൂടാ. വില ഉണ്ടാവത്തില്ല ജനങ്ങളുടെ അടുക്കൽ, ഒരു വിലയും ജനങ്ങൾ തരത്തില്ല. പിടികിട്ടിയില്ലേ? ഇത് വീണ്ടും ഞാൻ വേറെ ഒരു പോസ്റ്റ് കണ്ടു കേട്ടോ ഇവർക്കെതിരെയുള്ള, ഞാൻ അതും കൂടെ ഒന്ന് വായിച്ചു തരാം. ശ്രീദേവ് സോമൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എഴുതിയാണ്, IAS നേടിയ വ്യാജ അവകാശവാദം, കോളേജ് സ്വീകരണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയില്ല, മുഖ്യമന്ത്രിക്ക് പരാതി, അന്വേഷണത്തിന് DGPക്ക് കൈമാറി, സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് ലഭിച്ചതായി വ്യാജ അവകാശവാദം ഉന്നയിച്ച് കോളേജിൽ സ്വീകരണവും അനുമോദനങ്ങളും ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനിക്കെതിരെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിയമ നടപടി ഉണ്ടായിട്ടില്ലെന്ന പരാതിയുമായി ഹൈക്കോടതി അഭിഭാഷകനും പൊതുപ്രവർത്തകനുമായ അഡ്വക്കേറ്റ് കുളത്തൂർ ജയ്സിംഗ് മുഖ്യമന്ത്രിയെ സമീപിച്ചു. പരാതി തുടർ നടപടിക്കായി മുഖ്യമന്ത്രി ഓഫീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറിയതായി സ്ഥിരീകരിച്ചു.
കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ 2014 PG കോഴ്സിന് പഠിച്ചിരുന്ന വിദ്യാർത്ഥിനി തനിക്ക് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത റാങ്ക് ലഭിച്ചെന്ന അവകാശവാദം ഉന്നയിച്ചാണ് രംഗത്തെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോളേജ് മാനേജ്മെന്റ് വിദ്യാർത്ഥിനിക്കായി ഊഷ്മളമായ അനുമോദന ചടങ്ങ് സംഘടിപ്പിക്കുകയും സ്വീകരണം നൽകുകയും ചെയ്തിരുന്നു. ചടങ്ങിൽ വിദ്യാർത്ഥിനി അനുമോദനം ഏറ്റുവാങ്ങി മറുപടി പ്രസംഗം നടത്തി. എന്നാൽ ദിവസങ്ങൾക്കകം വിദ്യാർത്ഥിനിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ കോളേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ അവകാശവാദം വ്യാജമാണെന്ന് വ്യക്തമായി. തുടർന്ന് അഭിനന്ദനം അറിയിച്ച് ക്യാമ്പസിലും റോഡരികിലും സ്ഥാപിച്ചിരുന്ന ഫ്ലെക്സ് ബോർഡുകൾ കോളേജ് മാനേജ്മെന്റ് നീക്കം ചെയ്തിരുന്നു. ഈ നടപടി വ്യക്തമായ നിയമലംഘനവും ക്രിമിനൽ കുറ്റകൃത്യവുമാണെന്നും എന്നാൽ സംഭവം നടന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ യാതൊരു നിയമ നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നുമാണ് അഡ്വക്കേറ്റ് കുളത്തൂർ ജെയ്സൺ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വീകരണം ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനി MA ഷഹനാസ് ആണെന്ന വിവരങ്ങളിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് MA ഷഹനാസ് താത്തു, അറ്റ്ലീസ്റ്റ് നിങ്ങളൊരൊറ്റ കാര്യം പറയുക, അത് നിങ്ങളല്ല എന്നെങ്കിലും വാ തുറന്ന് നിങ്ങൾക്കൊന്ന് പറയാനുള്ള അതൊന്ന് കാണിച്ചൂടെ? ആ ഒരു മാന്യത. അന്നത്തെ ഫോട്ടോ ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്, നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചതാ. അതിൽ നിങ്ങളുടെ പേരൊക്കെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എന്നാലും ഒന്ന് വന്നിട്ട് പറയുക, അയ്യോ എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാനല്ലേ അതെന്ന്. ഒന്നും പറയുന്നില്ലല്ലോ, നിങ്ങൾ മൗനമാണല്ലോ. നിങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ചോദ്യം ജനങ്ങൾ ചോദിച്ചാൽ ഉടനെ മൗനം. മാങ്കൂട്ടത്തിലിനെ കല്ലെറിയാൻ കിട്ടുന്ന ഒരു ചാൻസ് എന്നാ വെറുതെ വിടത്തുമില്ല. അതൊരുമാതിരി വല്ലാത്ത പരിപാടിയല്ലേ താത്തു? ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വില തരുമോ? നിങ്ങളെ ജനങ്ങൾ മൈൻഡ് പോലും ചെയ്യത്തില്ല. ഇനി പിടികിട്ടിയോ? നമ്മളെപ്പോലുള്ള ആളുകൾ എടുത്ത് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി മാത്രമേ നിങ്ങളെ ഉപയോഗിക്കത്തുള്ളൂ. അതല്ലാതെ നിങ്ങൾ പറയുന്നത് വിശ്വസിക്കത്തില്ല. വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾക്കെതിരെ വന്ന അലിഗേഷൻസ് അതിന് നിങ്ങൾ മറുപടി കൊടുക്കണം. അതിന് നിങ്ങൾ മൗനം പാലിച്ചാൽ ഒരു വില ഉണ്ടാകത്തില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. ഇനി വേറൊരു വാർത്ത ഇന്ന് കണ്ട, അതും കൂടെ എനിക്ക് ഇതിനകത്തൊന്ന് കേട്ടണമെന്ന് തോന്നി. കാരണം എനിക്ക് മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി സാറ് താരതമ്യം ചെയ്യാനൊന്നും പറ്റത്തില്ലേ ഒരു കാരണവശാലും. എന്നാലും അന്ന് ആ മനുഷ്യൻ അനുഭവിച്ചത് അത് ചില്ലറയൊന്നുമല്ല, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. അവസാനം ആ മനുഷ്യന്റെ മരണശേഷം അയ്യോ നമ്മൾ വെറുതെ പറഞ്ഞതാണേ, ഞാൻ പാവം ചരിതയാണേ, നമ്മൾ വെറുതെ പറഞ്ഞതാ എന്നും പറഞ്ഞു വന്നിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. നമുക്ക് ആർക്കും അത് മറക്കാൻ പറ്റത്തില്ല. മനസ്സിലായില്ലേ? സോ ആ മനുഷ്യനെ അത്രയും നരകവേദന അനുഭവിപ്പിച്ചതിൽ ഗണേശ് മാമ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കണക്ക് ഇവിടെ അങ്ങ് നിൽക്കത്തില്ല. നിങ്ങളോട് ഇച്ചിരിയെങ്കിലും സ്നേഹമുള്ളവർക്ക് ആ സ്നേഹം ഇല്ലാതായി പോകും. അത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി. ഇല്ലേ പ്രിയപ്പെട്ടവരെ? നിങ്ങൾ പറ, ഇല്ലേ? ഇനി അവൻ എന്തൊക്കെ മലമറിക്കുന്ന കാര്യം ചെയ്തെന്ന് പറഞ്ഞാലും KSRTCക്ക് നല്ലത് ചെയ്യുന്നുണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. പക്ഷെ എന്തിരുന്നാലും ഇതൊന്ന് കേട്ടോ. വർഷങ്ങളായിട്ട് മനസ്സിലായില്ലേ, നമ്മുടെ ഗണേഷ് കുമാറിന്റെ, ഇപ്പോഴല്ല മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഇപ്പൊ കോടതിയിൽ മൊഴി കൊടുത്തിരിക്കുന്നത്. നമുക്ക് അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഞാൻ എല്ലാം വാർത്തകൾ, ന്യൂസ് ചാനലിന്റെ വാർത്തകളല്ല ഇവിടെ വോയിസ് ക്ലിപ്പ് ആയിട്ടേ കേൾപ്പിക്കത്തുള്ളേ. കേട്ടോ, നിങ്ങൾക്ക് മനസ്സിലാവും. കഴിഞ്ഞ ദിവസം കൊട്ടാരക്കര കോടതിയിലാണ് ഈ സുധീർ മലയിൽ ഇത്തരത്തിൽ ഒരു മൊഴി നൽകിയിരിക്കുന്നത്. കൊട്ടാരക്കര കോടതിയിലുള്ള കേസ് ഇതാണ്. അതായത് ഈ സോളാർ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അധികമായി കൂട്ടിച്ചേർത്ത 4 പേജുകൾ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കാണിച്ചുകൊണ്ട് അഭിഭാഷകനായിട്ടുള്ള സുധീർ ജേക്കബ് നൽകിയ ഒരു പരാതിയിലാണ് കോടതി സ്വയമേ കേസെടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് നടക്കുന്നത്. ഇപ്പോൾ നടക്കുന്നത് 244 സ്റ്റേറ്റ്മെന്റ് എടുക്കുന്ന കാര്യങ്ങളാണ്. അതിലാണ് ഗണേഷ് കുമാറിനെതിരെ 2011 മുതൽ 2013 വരെ ഗണേഷ് കുമാർ മന്ത്രിയായിരുന്ന സമയത്ത് പേഴ്സണൽ സ്റ്റാഫിൽ ഉണ്ടായിരുന്ന സുധീർ മലയിൽ എന്ന് പറയുന്നയാൾ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ഉമ്മൻചാണ്ടിയെ ഇത്തരത്തിൽ ഈ കേസിൽ കുടുക്കിയത് ഈ ഗണേഷ് കുമാറിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാര്യം ഉമ്മൻചാണ്ടി ഇത്തരത്തിൽ ലൈംഗിക ഒരു ആരോപണ കേസിൽ കുടുക്കുമെന്നുള്ള ഒരു കാര്യം ഗണേഷ് കുമാർ കൃത്യമായി പറഞ്ഞിരുന്നു എന്നുള്ള ഒരു മൊഴിയാണ് ഇപ്പോൾ കോടതിയിൽ നൽകിയിരിക്കുന്നത്. അത് ഗണേശണ്ണൻ പണ്ടേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങേരെ ഞാൻ കൊടുക്കും, അങ്ങേരെ ഞാൻ ലൈംഗിക പരിപാടിയിൽ തന്നെ ഞാൻ അയാളെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് 3 വർഷത്തോളം മന്ത്രിയായിരുന്ന സമയത്ത് പുള്ളിയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്, മൊഴി കൊടുത്തിരിക്കുന്നത്. അതും കോടതിയിലാണ്, സോഷ്യൽ മീഡിയ വഴിയൊന്നും അല്ല. മനസ്സിലായില്ലേ? കോടതിയിൽ തന്നെ കൊണ്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കി അറിയാം ഇതിൻ്റെ ഇനി എന്താവുമെന്ന്. ഇപ്പോഴും മന്ത്രിയാണല്ലോ, മുക്കിക്കളയാൻ എളുപ്പമാണോ വേണമെങ്കിൽ ആ കേസൊക്കെ? ആ മൊഴി കൊടുത്ത വ്യക്തിയെ വരെ വേണമെങ്കിൽ മുക്കിക്കളയും, അതൊക്കെ സംഭവിക്കാം. പക്ഷെ അറ്റ്ലീസ്റ്റ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ ഏതാണ്ടൊക്കെ ജനങ്ങൾക്ക് കാര്യം പിടികിട്ടിയിട്ടില്ലേ? നമ്മൾ കുറച്ചെങ്കിലും മനസ്സിലാക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഈ കേസൊക്കെ തെളിയുമെന്നോ അവന് ശിക്ഷ കിട്ടുമെന്നോ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ജനങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. മനസ്സിലാക്കുക, ഇത്രയൊക്കെ ഉള്ളൂ. ഇവനൊക്കെ പിടികിട്ടിയോ? എന്തിനാണ് ആ വ്യക്തിയോട് അങ്ങനെ ചെയ്തത്? എന്താണ് ആ വൈരാഗ്യത്തിനുള്ള കാരണം?
അതും കൂടെ നിങ്ങൾക്ക് അറിയണ്ടേ? കേൾക്കാം നമുക്ക് ബാക്കി. വളരെ ഗൗരവകരം തന്നെയാണ്. കാര്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റുകളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കോടതി അതിൽ എന്ത് ചാർജ് ചെയ്യണം, ഏതൊക്കെ വകുപ്പുകളാണ് ചാർജ് ചെയ്യേണ്ടെന്ന ഒരു കാര്യത്തിൽ എടുക്കുക. ഈ പരാതി നൽകിയിരിക്കുന്നതിൽ ഒന്നാമതായി ഈ സോളാർ പരാതിക്കാരിയും രണ്ടാമതായി ഗണേഷ് കുമാറിനെയും പ്രതിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പരാതിക്കാരൻ ഇത്തരത്തിലുള്ള ഒരു കാര്യം കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റാഫ് തന്നെ, മുൻ പേഴ്സണൽ സ്റ്റാഫ് തന്നെ ഇത്തരത്തിലൊരു മൊഴി നൽകുമ്പോൾ, അതായത് അതിന് കൃത്യമായി കാരണം പറയുന്നതാണ് ഇത്തരത്തിലൊരു ഉമ്മൻചാണ്ടിയോടുള്ള ഒരു വൈരാഗ്യം വരാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്. നേരത്തെ ഒരു കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് വലിയ വിഷയങ്ങൾ ഉണ്ടായ സമയത്താണ് ഉമ്മൻചാണ്ടി ഗണേഷ് കുമാറിനോട് ഈ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുകയും തുടർന്ന് രാജി വയ്ക്കുകയും ചെയ്തത്. അതിനു മുൻപ് ഈ ബാലകൃഷ്ണപിള്ള കത്ത് നൽകിയിട്ട് പോലും രാജി ആവശ്യപ്പെടാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഗുരുതരമായ ആരോപണങ്ങൾ വന്നപ്പോൾ രാജിവയ്ക്കുകയും, പക്ഷേ അതിനുശേഷം ആ വിഷയങ്ങൾ പിന്നെ അത് പരിഹരിക്കുകയൊക്കെ ചെയ്ത് പലതരത്തിൽ സെറ്റിൽ ചെയ്തിട്ട് പോലും തിരികെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാത്തതായിരുന്നു ഗണേശിനുണ്ടായിരുന്ന ഒരു വൈരാഗ്യം എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. മാത്രവുമല്ല, ഈ പരാതിക്കാരിയുമായി, സോളാർ പരാതിക്കാരിയുമായി ഗണേഷ് കുമാറിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളൊരു മൊഴി നൽകിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഓഫീസിലും ഔദ്യോഗിക വസതി മുതലായ കാര്യങ്ങളെല്ലാം സ്ഥിരം ഒരു സന്ദർശകയായിരുന്നുള്ള രീതിയിലൊക്കെ മൊഴി നൽകിയിട്ടുണ്ട്. കോടതി സ്ഥിരം സന്ദർശകയായിരുന്നു അല്ലയോ ഗണേശ് മാമ? നമ്മുടെ സരിത ചേച്ചി ഇപ്പൊ കേസ് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിലാണ് നമ്മുടെ മൊഴിക്കാരൻ, പ്രൈവറ്റ് സെക്രട്ടറി, പ്രൈവറ്റ് അസിസ്റ്റന്റ്, ആ ഒരു മനുഷ്യൻ ചെന്ന് കൂടെ മൊഴി കൊടുത്തിരിക്കുന്നതേ. പക്ഷെ അതൊന്നും അല്ല കാര്യം. എന്തിനാ വൈരാഗ്യം വന്നതെന്ന് അറിയാമല്ലോ. പണ്ട് പുള്ളിയുടെ കുടുംബ പ്രശ്നത്തിൽ വലിയ പ്രശ്നമായിരുന്നത്. അതില് ഇറങ്ങിക്കോ, മന്ത്രി സ്ഥാനം രാജിവെച്ച് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ദേഷ്യം, രാജിവെച്ച് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ തിരിച്ചെടുത്തില്ല. അതിനങ്ങോട്ട് പൊളിഞ്ഞു നമ്മുടെ ഗണേശ് മാമന്. അതിൻ്റെ പേരിൽ ആ പാവം മനുഷ്യനോട്, ഗണേശ് മാമ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വീട്ടുകാരാ സ്ഥിരമായിരുന്നല്ലയോ? എൻ്റെ പൊന്നുണ്ടോ, എങ്ങനെയുണ്ടോ ഇതൊക്കെ? സ്ഥിരമൊക്കെ പറ്റുമോ? സ്ഥിരം എന്തിനാണ് അണ്ണനെ കാണാൻ വന്നത്? സോളാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ വലിയ ഡിസ്കഷൻസ്, കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ്, അതിനൊക്കെ വേണ്ടിയിട്ടായിരുന്നു അണ്ണ ആണോ അണ്ണ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക അണ്ണ. ഗണേശ് മാമ നാറാൻ പോണതേ ഉള്ളൂ. ചിലപ്പം കേസിൽ നിന്നൊക്കെ നിങ്ങൾ ഊരിപ്പോവും. നിങ്ങളൊക്കെ വലിയ ആൾക്കാർ ചോദിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ നാളെ വേറെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് പിടിച്ചാകത്തില്ല. നിങ്ങൾ വേണമെങ്കിൽ അതൊക്കെ ചെയ്ത് കളയും. പിടികിട്ടിയോ? ഊരിപ്പോരും. പക്ഷെ ജനങ്ങൾ പൊട്ടന്മാരല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളിതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി എല്ലാവരും. അടുത്ത പ്രാവശ്യം കുത്തുന്നതിന് മുമ്പ് അത്രയും എനിക്ക് പറയാനുള്ളൂ. ഞാനീ പറഞ്ഞത് മൊത്തം എൻ്റെ ചെറിയ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.